പരിചയമായിട്ട് ഉണ്ടായിരുന്നില്ലേ രാജാസിൽ മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന? ഞാൻ ആ ടീച്ചർ ഞാൻ ഇതിൽ കണ്ടിട്ടേ കുറച്ച് കാലങ്ങളായല്ലോ. അപ്പം എന്തായാലും ഞാൻ ലത ടീച്ചർ, രജിത ടീച്ചർ അവരൊക്കെ എടുത്തു. ആ ശരി ടീച്ചർ. പോകുന്നത് 31. ഓൾ ദി ബെസ്റ്റ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയി, ജർമ്മനി തന്നെയാണോ? മറ്റാൾ പിന്നെ +2 കഴിഞ്ഞു. ബികോം വിദ്യാർത്ഥിയാണോ? ബികോമിന് ഓക്കെ മോനെ. ആ ഇത് കളമാണ്, നല്ല അടിപൊളിയായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ? അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇതിനൊരു മനോഹാരിതയുണ്ട്. കുറേ വർഷം പഴക്കമുണ്ടോ ഇതിന്? ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഈ ബിൽഡിങ്ങിന് എത്ര വർഷം പഴക്കമുണ്ട് ഇതിനൊക്കെ? ആ ആ അപ്പോൾ 100 വർഷമൊക്കെ എന്തായാലും ആവില്ലേ? മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? മൃഗങ്ങൾ ശരി. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നേരെ കയറിയിട്ട് അവിടെ ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാൻസ്ഫോമറുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ തൊട്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? അത് ചാത്തമ്പാറ എന്ന പേര്. ചാത്തമ്പാറയാണോ റിസോർട്ട്? ഓ ശരി. മറ്റേന്തോ പരിപാടി ഉണ്ടല്ലോ, 84 ജന്മദിനം അവിടെയാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗുരുവായൂർ. അവിടെ किधर से? बिहार से? छत्तीसगढ़ से. ये फ्लावर्स आपका है? फूल सब विजय का है. विजय कौन है? मालिक है? ये बेचने के लिए इधर का आविष्य के लिए? पता नहीं, बेचने के लिए होगा. ये सौंदर्य देखकर इसका फोटो.
मालिक कब आएगा? आया है सर, इधर पशु को साइड करने में, पशु को इधर पशु को देखने के लिए गया है. वो मालिक का है 80 पर റോഡ് സൗകര്യം മിനി ബസ് ഇട്ടാലും മതിയല്ലോ. പാലക്കാട് നിന്ന് എവിടേക്ക് വേണ്ടി വരും? ചാത്തമ്പാറയ്ക്ക് കുഴപ്പമില്ല അല്ലേ? ചാത്തമ്പാറ വരെ ബസ്സുകൾ പോകുള്ളൂ അല്ലേ? വെള്ളരിമേട് വരെ പോവോ? വെള്ളരിമേട് വരെ പോകുള്ളൂ. പക്ഷെ റോഡ് അത്ര അങ്ങോട്ട് പോരാൻ തോന്നൂല്ലേ? റോഡില്ല. ആ അറിയാവോ? അവരെ അറിയാം അല്ലേ? എല്ലാവരും അങ്ങനെ നേരെ പോകുന്നവരൊക്കെ ചേട്ടനാണ്. നേരെ പോകുന്നവർ ചേട്ടനാണ് എല്ലാം ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത് അല്ലേ? ശരി. നമ്മുടെ ഒന്ന് പറയണേ. പറയാമോ? പറയോ? മംഗലലക്ഷ്മി നഴ്സുമാർക്കോ അങ്ങനെ എമർജൻസി ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് താമസിക്കാൻ സാറിന് ഈ മുകളിലുള്ള വീടുകളും ഉണ്ട്. വേണമെങ്കിൽ ഈ വീടും പ്രയോജനപ്പെടുത്താമല്ലോ. ഡോർമെറ്ററി ആയിട്ട് രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന്. അവിടെ എവിടെ? എവിടെ? വാരിയറിൻ്റെ മുകളിലാണോ? വാരിയറിൻ്റെ മുകളിൽ ലോഡ്ജസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഉത്തരേന്ത്യൻ ഡോക്ടേഴ്സ് ആണല്ലോ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ പല ഹോസ്പിറ്റലിലും വ്യാപാരികൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് നൽകിയാൽ നല്ലതായിരുന്നു അല്ലേ ഇത്? അപ്പോൾ മംഗളലക്ഷ്മി ടീച്ചർക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പേര് പറയട്ടെ. പത്രം തരുന്ന ജീവിദാസൻ ബ്രാക്കറ്റിൽ ചിപ്പുക്കുട്ടി. എത്ര വർഷങ്ങളായി ടീച്ചറുടെ വീട്ടിൽ പത്രങ്ങൾ? ടീച്ചറുടെ വീട്ടിൽ പത്രം ഇടാൻ തുടങ്ങിയത് 1978, 79, 80 മുതൽ. ടീച്ചർക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ആശംസകളും ഐശ്വര്യങ്ങളും ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് സന്തോഷം പ്രാർത്ഥിക്കുന്നു.